ഒരു 50 വയസ്സ് കഴിയുമ്പോഴേക്കും ജീവിതത്തിൽ ഇനി റിട്ടയർമെന്റ് ലൈഫ് മാത്രമേ ബാക്കിയുള്ളൂ എന്ന് വിചാരിക്കുന്നവരാണ് മിക്കവരും. എന്നാൽ അത്തരത്തിലുള്ള തോട്ട് പ്രോസസ്സുകളെ കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്തുകൊണ്ട് സ്വന്തം ജീവിതത്തിൽ നായികയാവാൻ വയസ്സ് ഒരു പ്രശ്നമേ അല്ല എന്ന് തെളിയിച്ച് 50ാമത്തെ വയസ്സിൽ ഫൽഗുനി നയ്യാർ തുടങ്ങിയ സ്റ്റാർട്ടപ്പാണ് ഇന്നത്തെ നൈക്ക കോസ്മെറ്റിക്സ്. ഒരു വനിതയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് കൂടിയാണിത്. കൊട്ടാക് മഹീന്ദ്രയിൽ വർഷങ്ങളോളം ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ ആയിരുന്ന ഫൽഗുനി നയ്യാർ 2012ലാണ് നൈക്ക ആരംഭിക്കുന്നത്. റീറ്റെയിലിംഗിലോ ഫാഷനിലോ ബ്യൂട്ടി റിലേറ്റഡ് രംഗത്തോ ഒന്നിലും യാതൊരു മുൻപരിചയവും ഇല്ലായിരുന്നെങ്കിലും ലോങ് ടേമിൽ സസ്റ്റൈനബിൾ ആയുള്ള ഒരു ബിസിനസ് തുടങ്ങണമെന്ന് അടക്കാനാവാത്ത ആഗ്രഹം അവരിൽ ഉണ്ടായിരുന്നു. നൈക്കയ്ക്ക് മുൻപ് ബ്യൂട്ടി പ്രൊഡക്ട്സുകൾ ആളുകൾ പർച്ചേസ് ചെയ്തിരുന്നത് ലോക്കൽ സ്റ്റോറുകളിൽ നിന്നും ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെ മറ്റ് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ കൂടിയായിരുന്നു. അവിടെ കസ്റ്റമേഴ്സ് നേരിടുന്ന പ്രോബ്ലം സ്റ്റഡി ചെയ്തപ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസും ഫേക്ക് പ്രോഡക്ട്സും എക്സ്പയർഡ് പ്രോഡക്ട്സും ഒക്കെ സർവ്വസാധാരണമായിരുന്നു. അങ്ങനെയാണ് ബ്യൂട്ടി പ്രോഡക്ട്സുകൾക്ക് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവ് ആയ ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം എന്ന ആശയം ഉദിക്കുന്നത്. കൃത്യമായ മാർക്കറ്റ് നീഡ് ആൻഡ് ലൂപ്പ് ഹോൾ കണ്ടെത്തി 100% ഒതന്റിക് ബ്രാൻഡ്സ് ആൻഡ് പ്രോഡക്ട്സിനെ സെൽ ചെയ്ത് ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് ബ്രാൻഡിനെ അനുഭവമാക്കിയപ്പോൾ നൈക്ക ഇന്ത്യയുടെ സൗന്ദര്യ സാമ്രാജ്യം കീഴടക്കി. ഡൊമസ്റ്റിക് ബ്രാൻഡ്സ് തുടങ്ങി ലക്ഷറി ആൻഡ് പ്രസ്റ്റീജിയസ് ബ്രാൻഡ്സ് മുതൽ പ്രീമിയം ആൻഡ് നീഷെ കൾട്ട് ബ്രാൻഡ്സ് വരെ നൈക്കയിൽ ഈസിലി അവൈലബിൾ ആയി. നൈക്കയുടെ എക്സ്ക്ലൂസീവ് സ്റ്റോറുകൾ ഓപ്പൺ ചെയ്തും ബ്യൂട്ടി ട്യൂട്ടോറിയൽസിലൂടെയും ഇൻഫ്ലുവൻസേഴ്സ് ഡ്രൈവ് വഴിയും നൈക്കാസ് ഹോട്ട് പിങ്ക് സെയിൽ വഴിയും ഗ്ലോബൽ ബ്യൂട്ടി ട്രെൻഡുകളെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ സാധിച്ചപ്പോൾ വളരെ വേഗത്തിൽ തന്നെ നൈക്കയ്ക്ക് ഓൺ ലൈൻ ഓഫ് ബ്യൂട്ടി ആൻഡ് പേഴ്സണൽ കെയർ പ്രോഡക്ട്സുകളിൽ നിന്നും എഫേർട്ട്ലെസ്ലി ഫാഷൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ ഡൊമൈനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ഇന്ത്യൻ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിനെ ഗ്ലോബൽ ബ്യൂട്ടി ട്രെൻഡുകളുടെ അനന്തമായ സാധ്യതകളുടെ വാതിൽ നൈക്ക തുറന്നിട്ടു.